ഹായ് ഫ്രണ്ട്സ്, ഓരോ നഗരത്തിനും ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലേ? വിനോദത്തിനും ഉല്ലാസത്തിനും വേണ്ടി ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലം. കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അത്തരത്തിലുള്ളൊരു മനോഹരമായ സ്ഥലമുണ്ട്. അതാണ് മാനാഞ്ചിറ സ്ക്വയർ. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. നൂറുകണക്കിന് ആളുകൾ പതിവായി സന്ദർശിക്കുന്ന ഇവിടം പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ സമയം ചിലവഴിക്കാനുള്ള ഒരു ഹോട്ട്സ്പോട്ട് കൂടിയാണ് കേട്ടോ. ശില്പങ്ങൾ, കൃത്രിമക്കുന്ന്, മ്യൂസിക്കൽ ഫൗണ്ടൻ ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന ആകർഷണമെങ്കിലും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. 14-ാം നൂറ്റാണ്ടിൽ അന്നത്തെ സാമൂതിരി രാജാവായ മാനവിക്രമൻ നിർമ്മിച്ച ഒരു കൂറ്റൻ കൃത്രിമ കുളം. ഇത് പ്രകൃതിദത്തമായ ഒരു നീരുറവ കൂടിയാണ് കേട്ടോ. ഈ ടാങ്ക് പിന്നീട് കോഴിക്കോടിൻ്റെ കുടിവെള്ള സ്രോതസ്സായി മാറി. ഇതിനു ചുറ്റുമുള്ള പ്രദേശം ഒരു പാർക്കാക്കി മാറ്റുകയും ചെയ്തു. നഗരത്തിലെ ഗതാഗതം തിരിച്ചുവിടുന്ന ഒരു സർക്കിളാണ് ഇവിടം. ചുറ്റിക്കറങ്ങുമ്പോൾ ആരും നോക്കിപ്പോകുന്ന ഒരു മനോഹാരിത. എന്നാൽ ഇപ്പോൾ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ പരിപാലനം വളരെ കുറവാണ്. നേരത്തെ കെട്ടിയുണ്ടാക്കിയ പല ഹട്ടുകളും നശിച്ചു പോയിരിക്കുന്നു. ബെഞ്ചുകൾ തുരുമ്പെടുത്തു. അൻസാരി പാർക്കിലെ കുട്ടികളുടെ കളി ഉപകരണങ്ങളെല്ലാം തകർന്നു. പാർക്കിലെ എഴുത്തുകാരുടെ കഥാപാത്രങ്ങൾക്ക് മങ്ങലേറ്റു. സംഗീത ജലധാര വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം മാത്രമായി മാറി. പല ഭാഗത്തും മാലിന്യം കൂടിക്കിടക്കുന്നു. കൃത്യമായ മേൽനോട്ടമോ നവീകരണമോ ഇല്ലാതായി ഇവിടം. ഇവിടുത്തെ സായാഹ്നങ്ങൾ മനോഹരമാക്കാൻ നവീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണം. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗമായ മാനാഞ്ചിറ ഇനിയും വളരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.